ദൈവനാമത്തിന് മഹത്വം. തിരുവെഴുത്തുകളും ദൈവശക്തിയും തിരിച്ചറിഞ്ഞിടുക നാം. അറിയുക ദിനവും തിരുവചനം നാം അതു മതിയെന്നറിയുക. അറിയുക ദിനവും തിരുവചനം നാം അതു മതിയെന്നറിയുക. ഞാൻ എഴുതിയ ഒരു പാട്ടിൻ്റെ പല്ലവിയാണ് ഇവിടെ പാടിയത്. തിരുവചനവും തിരുവെഴുത്തും നമ്മെ എത്ര കണ്ട് നമുക്ക് സ്വാധീനം ചെലുത്തുന്നു എന്ന് നമ്മെ തന്നെ ചിന്തിക്കുന്ന ഒന്നായിരിക്കും. നാം തിരുവചന ധ്യാനം രാവിലെയും വൈകിട്ടും ഒക്കെ ചെയ്യാറുണ്ട്. വേദപുസ്തകത്തെ സ്നേഹിക്കുന്നവർ, തിരുവചനത്തെ സ്നേഹിക്കുന്നവർ രാവിലെയും വൈകിട്ടും കുറഞ്ഞത് ബൈബിൾ വായിച്ചിട്ടാണ് അവരുടെ ജീവിതം ആരംഭവും അന്നത്തെ ജീവിതത്തിൻ്റെ അവസാന മണിക്കൂറുകളും ചെലവഴിക്കുന്നത്. ചിലർക്ക് സമയം കിട്ടിയെന്ന് വരത്തില്ല. എന്നിരുന്നാലും പലപ്പോഴും വചനം വായിക്കുന്നതിൽ ഏറെക്കുറെ ദൈവവിശ്വാസികളും ക്രിസ്തു വിശ്വാസികളും മുമ്പോട്ട് തന്നെയാണെന്നാണ് എൻ്റെ നിഗമനം. ഞാൻ കോട്ടയത്തേക്കൊക്കെ പോകുമ്പോൾ മുമ്പ് ബൈബിൾ സൊസൈറ്റിയുടെ ആ ബിൽഡിങ്ങിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു വാക്ക് എന്നെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇന്ന് വേദപുസ്തകം വായിച്ചിട്ടുണ്ടോ? എന്നെപ്പോലെ അനേകർക്കും ആ ചിന്ത തോന്നിക്കാണും. തോന്നിയിട്ടുള്ളവർ അന്ന് അഥവാ വായിച്ചിട്ടില്ലെങ്കിൽ തന്നെ വായിക്കുവാനൊരു ഇൻസ്റ്റിങ്ക്റ്റ് അവരുടെ ഹൃദയത്തിലേക്ക് വരാറുണ്ട്. ഇവിടെ ഞാൻ പ്രതിപാദിക്കുന്നത് വേദപുസ്തകത്തിലെ 1-ാമത്തെ വാക്യം മുതൽ അവസാനത്തെ വാക്യം വരെയും വെളിപ്പാട് പുസ്തകത്തിലെ അവസാനത്തെ വാക്യം വരെയും നമുക്ക് വായിക്കുമ്പോൾ ലഭിക്കുന്ന കൃതാർത്ഥത അധികമായിരിക്കാം. ചിലപ്പോൾ ഒരു വാക്കായിരിക്കാം ചിലരെ രൂപാന്തരപ്പെടുത്തുന്നത്, അവർക്ക് സന്തോഷം നൽകുന്നത്, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്നത്. തീർച്ചയായിട്ടും വചനത്തിന് മാത്രമേ ആ ശക്തിയും കഴിയുമുള്ളൂ. എന്നാൽ ദൈവവചനത്തിൽ ഉള്ള സേല എന്ന ഒരു വാക്ക് നിങ്ങൾ സങ്കീർത്തനങ്ങളിലും ഹബക്കൂക്ക് പ്രവചനത്തിലും ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതിങ്ങനെയാണ്: ഒരു വാക്യം നിർത്തി കഴിയുമ്പോൾ സേല എന്ന് കാണുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? അവിടെ അർത്ഥം നമുക്ക് വ്യക്തമല്ല. പലപ്പോഴും നമ്മളത് വായിക്കാറില്ല. അതിനെക്കുറിച്ച് വലിയ പ്രസംഗങ്ങൾ സാധാരണ കേൾക്കാറില്ല. ബൈബിൾ പഠിതാക്കൾക്ക് ഒരു പക്ഷെങ്കിൽ അതിനെക്കുറിച്ച് അറിയാം എന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് എന്താണ് ഈ സേല എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് സ്വാഭാവികമായി ചോദിക്കാറുണ്ട്. അത് ഞാനും ചോദിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഇങ്ങനെ നാം മനസ്സിലാക്കുന്നു: വായിച്ച് കേട്ട ഭാഗത്തിൻ്റെ മുകളിലത്തെ ഭാഗം ഞാൻ എഗ്രി ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാനൊരു ആമീൻ പറയുകയാണ്, അല്ലെങ്കിൽ ഒരു ഹല്ലേലൂയ പറയുകയാണ് എന്ന് കാണിക്കുന്ന ഒന്നായി മനസ്സിലാക്കുന്നു. മറ്റ് ചിലരുടെ അഭിപ്രായമനുസരിച്ച് അതൊരു മ്യൂസിക്കൽ നോട്ടാണ്. പദ്യം അല്ലെങ്കിൽ പദ്യരൂപേണയോ ഗദ്യരൂപേണയോ വായിക്കുമ്പോൾ, കേൾക്കുമ്പോൾ അവിടെ നിർത്തുക എന്നുള്ള ഒരർത്ഥമായിരിക്കാം അതിനെന്ന് അനുമാനിക്കുന്നവരുണ്ട്. മറ്റ് ചിലർ ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ മുകളിലത്തെ ഭാഗം ഞാൻ എഗ്രി ചെയ്യുന്നു അല്ലെങ്കിൽ ആമീൻ പറയുന്നു എന്ന് ഉള്ളതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണെന്ന് കൂടെ അഭിപ്രായപ്പെടുന്നുണ്ട്. ഹബക്കൂക്ക് പ്രവചനത്തിൽ 3 പ്രാവശ്യം പ്രവാചകൻ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ബാക്കി 71 പ്രാവശ്യം സങ്കീർത്തനങ്ങളിലാണ് സേല എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. തീർച്ചയായും ആകെ 74 പ്രാവശ്യം വിശുദ്ധ ബൈബിളിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. പല ഭാഷാന്തരത്തിലൂടെ നമുക്ക് ലഭ്യമായ മലയാളം ബൈബിളിലും ഇതേ വാക്ക് തന്നെ മാറ്റാതെ വിവർത്തനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഉള്ള അർത്ഥം എന്തെങ്കിലും ഉണ്ട് എന്നുകൂടെ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എൻ്റെ ചിന്ത ശരിയാകണമെന്നില്ല. എന്നാൽ ഞാൻ
ഹബക്കുക്ക് പ്രവചനത്തിലെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളെ ചിന്തിച്ചപ്പോൾ ഹബക്കുക്ക് പറയുന്ന വാക്കുകൾക്ക് താഴെ സേല എന്ന പറയത്തക്ക രീതിയിൽ നമുക്കും ഒരു ചിന്ത വരാം. അത് ആമീൻ ഹല്ലേലൂയ എന്ന് പറയുവാൻ തക്കവണ്ണം ഹബക്കുക്ക് 3-ാം അധ്യായത്തിലെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമ്മെ സഹായിക്കും. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വചനത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊക്കെ അർത്ഥവും വ്യാപ്തിയുമുണ്ട് എന്നുകൂടെ എന്നെ ചിന്തിപ്പിച്ച ഒരു വാക്കാണ് സേല. നമുക്ക് കൂടുതൽ അർത്ഥവ്യാപ്തിയിലേക്കോ അതിൻ്റെ ഗവേഷണത്തിലേക്കോ ഒന്നും പോകേണ്ട കാര്യമില്ല. എന്നാൽ ട്രാൻസ്ലേറ്റേഴ്സ് ആരും തന്നെ അതിനെ വിട്ടുകളയാതെ നമുക്ക് വായിക്കാൻ ലഭിക്കുന്ന ബൈബിളിൽ തന്നെ ഉണ്ടല്ലോ എന്നോർക്കുമ്പോൾ ദൈവമേ അതിൻ്റെ അർത്ഥവ്യാപ്തി ഞങ്ങൾ മുകളിൽ ഇപ്പോൾ കേട്ട കാര്യങ്ങൾ ആമീൻ എന്ന് പറയുവാൻ നമുക്കിടയാക്കട്ടെ. ഈ വചനങ്ങൾ നമ്മെ സഹായിക്കട്ടെ.